ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് റെസിപ്പി വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഇന്ന് എൻ്റെ ഒരു ഫ്രിഡ്ജ് ഓർഗനൈസിങ്ങും പിന്നെ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ, ഇങ്ങനെ വളരെ കുറച്ച് കേട്ടോ, അങ്ങനെ കുറേയൊന്നുമില്ല. ഇത് ഷീനിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. ഷീൻ നാട്ടിലില്ലാന്ന് തോന്നുന്നു. ഷീൻ ആമസോണിൽ ഇടുന്ന അധികം വാങ്ങിക്കൽ. അപ്പോൾ ഇതാ ഇങ്ങനെ ബോട്ടിൽ കഴുകുന്ന ബ്രഷും പിന്നെ ഇങ്ങനത്തെ എന്താ പറയുക അരിപ്പ, ചെറിയ കണ്ടെയ്നർ, കുഞ്ഞ് സ്പൂണ്, ഗ്ലൗസ്, പിന്നെ ട്രേ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ട്രേ ഉണ്ടല്ലോ, കുറച്ചായിട്ട് ഞാൻ വിചാരിക്കുന്നത് അതൊന്ന് വാങ്ങിക്കണം. പിന്നെ ഇങ്ങനെ ഫുഡ് കവർ, ഇത് നല്ല യൂസ്ഫുൾ ആട്ടോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും മൂടി വെക്കാൻ, എപ്പോൾ നമ്മളിങ്ങനെ മൂടി തന്നെ ഇടണ്ട. അപ്പോൾ ഇതാവുമ്പോൾ നല്ല ഉപകാരമുള്ള സാധനം. അപ്പോൾ ഇങ്ങനെ ട്രേ നമ്മളിങ്ങനെ ഓയിലെല്ലാം വെക്കാനുള്ള, അപ്പോൾ അതാണ് മെയിനായിട്ട് എന്താ പറയുക എനിക്ക് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയത്. പിന്നെ അതിൻ്റെ കൂടെ ഓർഡർ ചെയ്യുമ്പോൾ എന്തെല്ലോ ഇങ്ങനെ വാങ്ങി കിട്ടുമ്പോൾ അത്ര തന്നെ. പിന്നെ അപ്പോൾ അങ്ങനെയെല്ലാം തന്നെ. അപ്പോൾ അതെല്ലാം ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. പിന്നെ ഈ ലിക്വിഡിൻ്റെ ഇതും നല്ല യൂസ്ഫുൾ ആട്ടോ. ഇത് നല്ല സാധനം. പിന്നെ ഇതിൻ്റെ അടിയിൽ വിരിച്ചിട്ടുള്ള ഈ മാറ്റും, ഇവിടെ ഇങ്ങനെ വെള്ളം ഇപ്പം ഇങ്ങനെ കെട്ടിക്കിടക്കുമല്ലോ, അപ്പോൾ ഇത് നല്ല സാധനം. ഇത് ശരിക്കും പൈപ്പിനോട് ജോയിൻ്റായിട്ട് ഇടുന്ന ഒരു മാറ്റ് പോലത്തെ ഇതാണ്. പക്ഷേ ഇതിപ്പോൾ എനിക്ക് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടും പൈപ്പ് മുമ്പോട്ടായതുകൊണ്ടും ഞാനിപ്പോൾ ഇതെങ്ങനെ ഇവിടെ വിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നല്ലതായും ആദ്യം ഞാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ശരിക്കും എന്താ പറയുക പ്രസ് ചെയ്യുമ്പോൾ ശരിക്കും വരില്ല. ഞാൻ പിന്നെ അതിൻ്റെ മൂടിയെല്ലാം കളഞ്ഞിട്ട് മുക്കിയിട്ട് എടുക്കലായി. അപ്പോൾ ഇത് നല്ല സാധനം. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഫ്രിഡ്ജെല്ലാം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്. നോമ്പായത് കൊണ്ടുള്ള ക്ലീനിങ് എന്നല്ല, അല്ലെങ്കിലും എന്താ പറയുക ഇടയ്ക്കിടെ ഇങ്ങനെ എന്താ പറയുക ആഴ്ചക്ക് വാങ്ങിക്കുന്ന വെജിറ്റബിൾസ് അതെല്ലാം ഇങ്ങനെ ഒന്ന് ക്ലീൻ ആക്കിയല്ലോ ഒരുക്കി സെറ്റാക്കി വെക്കും. അങ്ങനെ കുറേയൊന്നും വാങ്ങി വെക്കില്ല കേട്ടോ. ആകെ ഒരു 3-4 ദിവസത്തേക്കുള്ള അങ്ങനെ ഉണ്ടാവും. അല്ലാണ്ട് എപ്പോഴും ഒന്നും അങ്ങനെ അവിടെ ചിലവാവില്ലല്ലോ, പെട്ടെന്ന് മോശമായിപ്പോവും. മല്ലിയിലെല്ലാം ഇതിങ്ങനെ അതിൻ്റെ വേരും ഇതൊക്കെ കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് തുടച്ചിട്ട് വെക്കും, ഒന്നും കഴുകില്ല. പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും. അപ്പോൾ ഇങ്ങനത്തെ എല്ലാം ചെയ്യുമ്പോൾ എപ്പോഴും ഞാനിങ്ങനെ അടിയിലൊരു പേപ്പർ വിരിക്കും. കാരണം ഭയങ്കര ക്ലീൻ ആക്കാനും സുഖമാണ്. എന്തിനു വെച്ച് കട്ട് ചെയ്യുമ്പോഴും കുക്ക് ചെയ്യുമ്പോൾ എല്ലാം എനിക്ക് പേപ്പർ ഇങ്ങനെ വിരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ക്ലീൻ ആക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. പച്ചമുളകിൻ്റെ ഇതെല്ലാം കളഞ്ഞിട്ട് നല്ലോണം ഒന്ന് ടിഷ്യൂ കൊണ്ട് ഇതിനെല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ട് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കും. കുറേയൊന്നും വാങ്ങിക്കില്ല, ഇത് കുറച്ചധികം ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഇത്രയും ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം കുറേ നാളെത്തും ഇങ്ങനെ വെക്കുമ്പോൾ. പിന്നെ എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കണ്ടെയ്നർ ആയിക്കഴിഞ്ഞാൽ, ബോക്സ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഫ്രിഡ്ജിൽ സ്ഥലവും ഉണ്ടാവും വെക്കാൻ. ഉള്ളിയെല്ലാം പിന്നെ ഉള്ളിക്കൊട്ട ഉണ്ടല്ലോ, അതിൽ ഇങ്ങനെ പുറത്തുതന്നെ വെക്കും. പിന്നെ ഞാൻ നോമ്പെല്ലാം ആകുമ്പോൾ ഇതിങ്ങനെ തൊലി കളഞ്ഞിട്ട് എല്ലാം ഒന്ന് കഴുകിയിട്ട് ഫ്രിഡ്ജിലിങ്ങനെ ക്ലിങ് ഫിൽമെല്ലാം ഒന്ന് റാപ്പ് ചെയ്തിട്ടെല്ലാം വെക്കും ബോക്സിലിട്ടിട്ട്. അതാകുമ്പോൾ നമുക്ക് പിന്നെ മുറിക്കുമ്പോൾ കണ്ണിരിയുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യൽ. പിന്നെ തക്കാളി എല്ലാം അങ്ങനെ തുടച്ചിട്ടെല്ലാം എടുത്ത് വെക്കുക. ഒന്നും കഴുകാതെ എല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ആക്കും. പിന്നെ എടുത്ത വെജിറ്റബിൾസെല്ലാം കുറച്ച് കാണാനും നല്ല കുറച്ച് എന്താ പറയുക വൃത്തിയുള്ളതായിരിക്കും. അങ്ങനെ ഭയങ്കര കച്ചറ പോലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് ഒരു ടിഷ്യൂ കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് വെക്കാം. പിന്നെ ക്യാരറ്റ്, ക്യാപ്സിക്കം ഒക്കെ എപ്പോൾ ഇവിടെ എന്താ പറയുക കൂടുതൽ ചിലവാകുന്നൊരു സാധനമാണ് ഈ ക്യാപ്സിക്കം എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇങ്ങനെ കുറേ ബോക്സ് വെക്കാണ്ട് ബാക്കിയുള്ള വെജിറ്റബിൾസെല്ലാം ഞാനിങ്ങനെ പിന്നെ സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് അങ്ങനെയാണ് സൂക്ഷിക്കാറ്. കുറേ കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിലൊന്നും സ്ഥലം ഉണ്ടാവില്ല. പിന്നെ എൻ്റെ ഫ്രിഡ്ജെന്ന് പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ മലയാളിയുടെ ഫ്രിഡ്ജിലുള്ള എല്ലാ സാധനങ്ങളും എൻ്റെ ഫ്രിഡ്ജിലുണ്ടാവും. പിന്നെ ഈ കുറേ ബോക്സ് വെച്ചിട്ട് ഫ്രിഡ്ജ് നിറയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല. കാരണം എനിക്ക് ചപ്പാത്തി ഉണ്ടാവും, ദോശ മാവുണ്ടാവും, ചോറ് വെള്ളത്തിലിട്ടത്, 2 ദിവസത്തെ കറി, അങ്ങനെ ഏതൊരു മലയാളിയുടെയും ഫ്രിഡ്ജിലുണ്ടാവുന്ന എല്ലാ സാധനങ്ങളും തന്നെ എൻ്റെ ഫ്രിഡ്ജിലുണ്ടാവും. അല്ലാണ്ട് വെറുതെ കാണാനിങ്ങനെ കുറേ എന്താ പറയുക സ്റ്റോറേജ് ബോക്സ് വാങ്ങി അതിങ്ങനെ നിറച്ച് മൊഞ്ചാക്കി വെക്കാനൊന്നും എനിക്ക് പറ്റാറില്ല. കാരണം എനിക്ക് കുറേ സ്ഥലം വേണം ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയിട്ട് വെക്കാൻ തന്നെ. ബാക്കിയെല്ലാം ഇങ്ങനെ എന്താ പറയുക സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് ഇതിൽ സൂക്ഷിക്കും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കേടാവില്ല. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഫ്രിഡ്ജ്. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഒന്ന് സെറ്റ് ചെയ്യാനും കൂടി ഉണ്ട്. ഇത് ഞാൻ ഷീനിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെ ഇതെല്ലാം ഈസ്റ്റ് ഇങ്ങനത്തെ സാധനങ്ങളിൽ ഇട്ട് വെക്കുക, ഒരു പോക്കറ്റ് പോലെ. പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.